കൊല്ലം തുളസി എന്ന വ്യക്തി പണ്ട് നല്ലവനായിരുന്നു. ഇപ്പം സംഘി എന്നുള്ള പേര് ചേർത്ത് ഞാൻ അവനെ ഒറ്റവിത്തുക. താങ്കളെ വെറുത്ത് കാണുന്ന ആളുകളുണ്ട് പടത്തിലൂടെ. താങ്കളെ വെറുത്ത് കാണുന്ന അത് താങ്കൾക്ക് വെറുപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. തീർച്ചയായും തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സംശയം, താങ്കൾ ഇറങ്ങിത്തിരിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി എന്നുള്ള സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം ഒരു BJPയുടെ കാൻഡിഡേറ്റാണ്. ഒരു തവണ താങ്കൾ ശരിക്കും അയ്യോ ചാണകക്കുഴി എന്നുള്ള കണ്ടീഷനിലേക്ക് ഞാൻ കയറിയെന്ന് വിചാരിച്ച സാധനമാണ്. എന്തുകൊണ്ടാണ് സംഘി എന്നുള്ള പേര് വെറുക്കുന്നത് ആളുകൾ? സംഘി എന്ന് എന്നെ പലരും വിളിക്കാറുണ്ട്, സംബോധന ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല. കാര്യം ഞാൻ സംഘിയല്ല. ഒരു മോശമായ പ്രയോഗത്തിലാണ്, അർത്ഥത്തിലാണ് ചിലർ സംഘി എന്നുള്ള വിശേഷണം കൊടുക്കുന്നത്. താങ്കൾ നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. വർഷങ്ങളോളം ഞാൻ ചെറുപ്പത്തിൽ KSU പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആയി. സേവാദറിന്റെ അധിനായകരുമായിട്ടുണ്ട്. ആന്റണി അടക്കമുള്ള ആളുകൾ. ആന്റണി, AK ആന്റണി. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. താങ്കൾ BJP എന്ന് പറയുമ്പോൾ പല ആളുകളും താങ്കളെ നോക്കുന്ന ഒരു ഭാവം മാറുന്നുണ്ടോ? BJP എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് BJPയിലേക്ക് കാലൊന്ന് പോക്കി. അന്ന് മാറിയോ? ജനങ്ങൾക്ക് ഫേസ് മുഖം മാറിയോ? തീർച്ചയായിട്ടും. ഒരു കലാകാരൻ അങ്ങനെ പോകാൻ പാടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എല്ലാ ജാതി മതത്തിലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? അപ്പോൾ മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയാം, മോഹൻലാൽ നല്ല ബുദ്ധിമാനാണ്. മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയാം BJP എന്നുള്ള പ്രസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന വില വട്ടപൂജ്യമായിരിക്കും എന്നുള്ളത് പറയാം. കാര്യം ഇദ്ദേഹം രാമപ്രതിഷ്ഠ ചടങ്ങിന് പോവാതായപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണം എന്താ? നിങ്ങളുടെ പടം ഞങ്ങൾ തോൽപ്പിക്കും, ഇതാണ്. മോഹൻലാലൊക്കെ ഈ ചതുരംഗ കളിയിൽ സൂക്ഷിച്ച് കരുക്ക നീക്കുന്ന വ്യക്തികളാണ്. ഞാനത് മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി ഏകദേശം അത് തന്നെ. പക്ഷേ സുരേഷ് ഗോപിക്ക് അത്ര ആ കരുക്ക നീക്കാൻ സ്വല്പം ബാക്കാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തമായ ഭരണസമിതി ആരാണോ എന്നറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന സ്വാഭാവികമാണ്. മുസ്ലിംസിന് പിന്നെ അവർക്ക് ഉള്ള കാലം മൊത്തം ഈ കേരളത്തിൻ്റെ ഭരണം അവരുടെ തന്നെ ഇരിക്കണം. നമസ്കാരം. നമ്മളുടെ മുന്നിൽ ഇന്ന് ഇരിക്കുന്നത് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയല്ല. എല്ലാവർക്കും അറിയാവുന്ന 44 വർഷമായി സിനിമ മേഖലയിലുള്ള കൊല്ലം തുളസി സാറാണ്. നമസ്കാരം. നമസ്കാരം. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അത്തരം ഒരു രീതിയിലേക്ക് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ കളത്തിലിറങ്ങും എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയത്? പ്രധാനപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയാണ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലെ നമ്മുടെ ഭരണക്രമങ്ങളും ഭരണപരിഷ്കാരങ്ങളും പ്രധാനമന്ത്രിമാരുടെ പ്രവർത്തന രീതികളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൊതുവേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടിയ ആനുകൂല്യങ്ങളിൽ പലതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് കിട്ടിയിട്ടില്ല. പ്രധാനമായിട്ട് ഇവിടെ അവർക്ക് അക്കൗണ്ട് തുറക്കാനോ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു BJPയുടെ ഒരു MPയോ ഒരു MLAയോ ഒക്കെ വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മന്ത്രിയാവും. അടുത്ത തവണ ഏതായാലും BJP കേന്ദ്രത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം അത്. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തിൽ BJP വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രിയാവും. അത് ഉറപ്പാണ്. അങ്ങനെ ഒരു മന്ത്രിയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. കാര്യം ഒന്നുമല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി, അലംബഹീനർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അധികാര സ്ഥാനത്തിൽ കിട്ടിയിരുന്നാൽ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തും അത് തൃശ്ശൂറുകാർക്കും പൊതുവെ കേരളീയർക്കും ഒരു സമ്മാന വർഷമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, സുരേഷ് ഗോപി ജയിക്കണമെന്ന് പറയുമ്പോൾ മറ്റേത് സ്ഥാനങ്ങൾ തോൽക്കണമെന്നൊരു വ്യംഗ്യാർത്ഥമുണ്ട്. പിന്നെ ജയിക്കണമെന്ന് പ്രതാപൻ നല്ല വ്യക്തിപരമായിട്ട് എനിക്കറിയാം, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഭരണകർത്താവാണ്. അതുപോലെ സുനിൽകുമാർ അടുത്ത കാൻഡിഡേറ്റ്. അവർ രണ്ടുപേരും നല്ല ഭരണകർത്താക്കളാണ്, വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യസ്നേഹമുള്ളവരാണ്, നല്ല വ്യക്തികളൊക്കെയാണ്. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്. കാര്യം അവർക്ക് ജയിച്ചാലും മന്ത്രിയാകാനോ ഈ കേരളത്തിന് വേണ്ടിയോ തൃശ്ശൂരിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അർഹതയില്ലാത്ത ഒരു പോസ്റ്റിലേക്ക് അവരെ തിരഞ്ഞെടുത്ത് വിടണോ? ജയിച്ചാൽ എന്തെങ്കിലും നാടിനും നാട്ടുകാർക്കും ചെയ്യാൻ പ്രാപ്തനായ, കഴിവുള്ള, യോഗ്യതയുള്ള, മനസ്സുള്ള
ഒരു ആളെ വേണോ എന്നുള്ള ഒരു തുലാസിൽ വെച്ച് തൂക്കിയാൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ BJP-ക്കാരനല്ലായിരുന്നിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ ആത്മാർത്ഥമാകുന്നത് അദ്ദേഹം ജയിച്ചു വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ പോയി കുടുംബ മീറ്റിങ്ങുകളിൽ പോയി സംസാരിക്കാമെന്ന് ഉള്ള തീരുമാനം അദ്ദേഹം ഇത്ര സമയമായിട്ടും താങ്കളെ വിളിച്ചിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാൽ 100% പോകും എന്നുള്ള ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വെച്ചാൽ പുള്ളിക്ക് 100-150% വരെയാണ്. പക്ഷേ പാർട്ടി വിളിക്കുമെന്ന് എനിക്കറിയില്ല. താങ്കളോട് വേറെ കാര്യം ചോദിക്കാനുള്ളത്, സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി കൊല്ലത്ത് നിന്ന് ഇവിടെ വരുന്നു. ശരിക്കും തൃശ്ശൂരാണ് സുരേഷ് ഗോപി മത്സരിക്കുക എന്ന് പോലും വ്യക്തമല്ല. കാര്യം അത്രയും മുൻപേ എൻ്റെ സീറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണ് എന്നുള്ള രീതിയിലേക്ക് പ്രചരണം സ്റ്റാർട്ട് ചെയ്തു. അതിൽ കഴിഞ്ഞ അവിടെ MLA ആയിട്ട് നിന്ന് അതെ, പക്ഷേ തീർച്ചയായും തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സംശയം, താങ്കൾ ഇറങ്ങിത്തിരിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി എന്നുള്ള സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം ഒരു BJP-യുടെ കാൻഡിഡേറ്റാണ്. ഒരു തവണ താങ്കൾ ശരിക്കും അയ്യോ ചാണകക്കുഴി എന്നുള്ള കണ്ടീഷനിലേക്ക് ഞാൻ കയറിയെന്ന് വിചാരിച്ച സാധനമാണ്. അതിനപ്പുറത്തേക്ക് രജനീകാന്ത് വരെ, അറിയാലോ, രജനീകാന്തിൻ്റെ മകൾ വരെ എന്നെ അച്ഛനെ സംഘി എന്ന് വിളിക്കരുത് എന്ന് പറയുന്നത്. ഈ സംഘി എന്നുള്ള വാക്കിന് എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് വന്നത് എന്ന് താങ്കൾക്ക് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അറിയുമെങ്കിലും ഒന്ന് പറയണം. എന്തുകൊണ്ടാണ് സംഘി എന്നുള്ള പേര് വെറുക്കുന്നത് ആളുകൾ? സംഘി എന്ന് എന്നെ പലരും വിളിക്കാറുണ്ട്, സംബോധന ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല. കാര്യം ഞാൻ സംഘിയല്ല. ഒരു മോശമായ പ്രയോഗത്തിലാണ്, അർത്ഥത്തിലാണ് ചിലർ സംഘി എന്നുള്ള വിശേഷണം കൊടുക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, അതിന് ഞാൻ അർഹനല്ല, നല്ലതായാലും ചീത്തയായാലും. പിന്നെ ഈ സംഘി എന്ന് താങ്കളെ വിളിക്കരുത് എന്നാണ് പറയുന്നത്. വിളിക്കരുത് ഞാൻ പറയാം, വിളിച്ചോട്ട്. എൻ്റെ മുഖത്ത് ചെളിവാരി എറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെങ്കിൽ നിങ്ങൾ 10 തവണ വാരി എറിഞ്ഞോ, അവിശ്വാസക്കാരനാണ് ഞാൻ. പിന്നെ ഗണേഷ് കുമാറിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ്സാണ്, ഞാൻ കേരള കോൺഗ്രസ് അല്ല. എങ്കിലും വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ 2 ഇലക്ഷനും ഗണേഷ് കുമാറിന് വേണ്ടി അവിടെ ഗ്രാമാന്തരങ്ങളിൽ പോയി ഞാൻ കുടുംബ മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ഗണേഷ് കുമാറിൻ്റെ വിജയത്തിന് ഒരു ചെറിയ പങ്കെങ്കിലും എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ, വർഷങ്ങളോളം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതായത് എനിക്കിഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ പേര് താങ്കൾ തന്നെ പറയാം. അതായത് അത്തരം രീതിയിലേക്ക്, നല്ല രീതിയിലേക്കായിരുന്നു കോൺഗ്രസിനോട് താങ്കളുടെ ബന്ധം. ഞാൻ ചെറുപ്പത്തിൽ KSU പ്രവർത്തകനായിരുന്നു, അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആയി, സേവാദറിന്റെ അധിനായകരുമായിട്ടുണ്ട്. ആന്റണി അടക്കമുള്ള ആളുകൾ, ആന്റണി, AK ആന്റണി. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, കറക്റ്റും 10, 12, 13 വയസ്സുള്ളപ്പോൾ ഞാൻ നിന്ന് KJ വിളിച്ചിരുന്ന ആരൊക്കെയെന്നറിയോ? AK ആന്റണി സിന്ദാബ, വയലാർ രവി സിന്ദാബ, ഉമ്മൻചാണ്ടി സിന്ദാബ, VM സുധീരൻ സിന്ദാബ, ഒരു തോപ്പിൽ രവിയുണ്ട് കൊല്ലത്ത്, തോപ്പിൽ രവി സിന്ദാബ. ഈ 13 വയസ്സുള്ളപ്പോൾ ഞാൻ KJ വിളിച്ചുകൊണ്ടിരുന്ന ഇതേ വ്യക്തികൾ തന്നെയാണ് എനിക്ക് 10-70 വയസ്സായപ്പോൾ ഞാൻ വിളിക്കേണ്ടി വന്നു. ആ ഒരു ഗതികേട് എനിക്ക് വന്നു. കാര്യം ഇവർക്ക് മാറ്റമില്ല. താങ്കൾ എവിടെയാണ് ശരിക്കും ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിൽ എത്തിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എവിടെയാണ് നിങ്ങൾക്ക് പോയത്? ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അത് തന്നെയാണ്. അതായത് വർഷങ്ങളായിട്ട് ഇവർ തന്നെ അടക്കി ഭരിക്കുക, മറ്റ് ചെറുപ്പക്കാർ, യൂത്തുകാർ, അവരാണല്ലോ വരേണ്ടത്, അവർ കയറി വരാനുള്ള അവസരങ്ങൾ നിഷേധിച്ചിട്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ തന്നെ എല്ലാ കാലങ്ങളും ഇരിക്കുക. അപ്പോൾ വയലാർ രവി, നിങ്ങൾക്കറിയാം, അതൊരു സ്വാഭാവിക കാര്യമല്ല. എല്ലാ പാർട്ടികളും ഏത് പാർട്ടി അതിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ 100%. പക്ഷേ ഞാൻ പറയുന്നത് ഈ BJP എന്നുള്ള ഒരു സംഭവത്തെ താങ്കളിൽ നിന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. താങ്കൾ BJP എന്ന് പറയുമ്പോൾ പല ആളുകളും താങ്കളെ നോക്കുന്ന ഒരു ഭാവം മാറുന്നുണ്ടോ? BJP എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് BJP-യിലേക്ക് കാലൊന്ന് പോക്കി. അല്ല, അന്ന് മാറിയോ ജനങ്ങൾക്ക് ഫേസ്, മുഖം മാറിയോ? തീർച്ചയായിട്ടും. ഒരു കലാകാരൻ അങ്ങനെ പോകാൻ പാടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അത് എല്ലാ ജാതി മതത്തിലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു? അത് ഒരു പക്ഷേ അസഹിഷ്ണുത എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കലാകാരൻ ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകനായിട്ടോ പാർട്ടി ലീഡർഷിപ്പിലോ പോകാൻ പാടില്ല എന്നൊരു വിശ്വാസക്കാരനാണ്. അങ്ങനെ പോയവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രേം നസീർ ഉൾപ്പെടെയുള്ള പഴയ മോഹൻലാൽ പോലും അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കാത്ത എന്തുകൊണ്ടാണ്? മമ്മൂട്ടിയും അല്ല, മമ്മൂട്ടി പോയാൽ പോലും ജനങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടാവില്ല. അതായത് മമ്മൂട്ടി പോകുന്നത് ശരിക്കും ഇടതുപക്ഷത്തിലേക്കായിരിക്കാം, അത് അത്രത്തോളം ബാധിക്കില്ല. മോഹൻലാലാണ് ഏറ്റവും തന്ത്രപൂർവമായ മനുഷ്യൻ. അദ്ദേഹം എങ്ങനെ ശരിക്കും ഇപ്പോൾ മോഹൻലാലിന്റെ കെണിയിൽ പോയി പെട്ടതാരാ? രജനീകാന്താ. അപ്പോൾ മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയാം, മോഹൻലാൽ നല്ല ബുദ്ധിമാനാണ്. മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയാം, BJP എന്നുള്ള പ്രസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന വില വട്ടപൂജ്യമായിരിക്കും എന്നുള്ളത് പറയാം. കാര്യം ഇദ്ദേഹം രാമപ്രതിഷ്ഠ ചടങ്ങിന് പോവാതായപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണം എന്താ? നിങ്ങളുടെ പടം ഞങ്ങൾ തോൽപ്പിക്കും, ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ വരച്ച വരയിൽ നിൽക്കാത്ത രീതിയിലേക്ക് പോകുന്ന രീതി
അത് നിർത്തപ്പെടുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വിഷയം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ചന്ദ്രേട്ടൻ ഒരു പ്രവാസിയാണ്. പ്രവാസ ലോകത്ത് ശരിക്കും സംഘപരിവാറിൻ്റെ അണികൾ പോയിട്ട് ചെയ്യുന്ന അക്രമങ്ങൾ എന്താണ്? ഇപ്പം അടുത്ത് വരെ എത്ര പേരുടെ പണി പോകുന്നുണ്ട്. ഞാൻ വളരെയധികം സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് എവിടെ എന്തു പറയണമെന്ന് അണികൾക്ക് അറിയാത്തൊരവസ്ഥ. അത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. കാര്യം അവിടെ പോയിട്ട് നല്ല ഹിന്ദു സഹോദരന്മാരുടെ വരെ പണി കളയുന്ന. ഇപ്പം നമ്മൾ ഈ വീട്ടിലിരിക്കുന്നുണ്ട്, ഇതൊരു പ്രവാസിയാണ്, അദ്ദേഹത്തോട് ശരിക്കും ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ഇവരൊക്കെ ശരിക്കും ആ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ നെഞ്ച് പിടയുന്നുണ്ടാവും. ഞങ്ങൾക്ക് അന്നം തരുന്ന രാജ്യത്തെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളൊക്കെ മതം കൂടുതൽ സംസാരിക്കാത്തൊരു വ്യക്തികളാണ്. പക്ഷേ രാജ്യഭരണവും ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാറിൻ്റെ ആളുകൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ BJP ആളുകൾ എന്ത് ചെയ്യുക, പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും കൂട്ടിച്ചേർത്ത് പറയാ ചെയ്യുക. പിണറായി വിജയൻ്റെ മുന്നിൽ നരേന്ദ്രമോദി എവിടെ കിടക്കുന്നു അതുപോലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്താ? ജയിക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് പോയതാണ്. തൃശ്ശൂർ ശരിക്കും സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോയതാണ്. അവിടെയാണ് ഈ പള്ളി പൊളിച്ച് അമ്പലം വേണം, അമ്പലം പൊളിച്ച് പള്ളി പോകണം, ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ ശരിക്കും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനിടയാക്കും. കാര്യം താങ്കൾ പറഞ്ഞു പ്രതാപൻ നല്ല കാൻഡിഡേറ്റാന്ന് പറഞ്ഞു, തൊട്ടടുത്ത് സുനിൽകുമാർ ഉണ്ടെന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തു പോകും. ക്രിസ്ത്യാനികൾ പൊതുവെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ബ്രില്യൻ്റ് ആണ്. അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും പള്ളിയിലച്ഛൻ വരാം, അച്ഛോ അതവിടെ ഇരിക്കട്ടെ, അച്ഛൻ ചെയ്തോ, അച്ഛൻ സ്വത്തുണ്ടാക്കിയിട്ടുണ്ടാവും, ഞങ്ങളുടെ അഭിമാനം പണയം വെക്കാൻ വയ്യാന്ന് പറയും. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, മണിപ്പൂർ പ്രശ്നം ഉണ്ടായിട്ട് അത്രയും ലെവലിലേക്ക് ഒരു കുടുംബ ലഹളയാവട്ടെ എന്തോ ആവട്ടെ, അപ്പോൾ ഞാനും തുളസിസാറും കൂടെ അടിപിടി ഉണ്ടാവുക, നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എന്ത് ചെയ്യും, സ്റ്റേഷനിൽ പരാതി ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നേരെ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യും, കുടുംബക്കാർ കൂടിയിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്ത് ജയിലിടും. ഇത്തരം സംഭവം പോലും മണിപ്പൂരിൽ സംഭവിച്ചില്ല. കത്തട്ടെ എന്ന് വിചാരിച്ചു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നതിനോട് എന്താണ് താങ്കൾക്കുള്ള ഒരു മറുപടി? ഇതിപ്പോൾ താങ്കൾ തന്നെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഏകപക്ഷീയമായിട്ട് സംസാരിച്ചുകൊണ്ടിന് പോവുക. ഇപ്പോൾ അല്ല, ഏതിന് മറുപടി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം മോഹൻലാലിൽ തുടങ്ങി ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ പോയി. ഏതിനാണ് ഇപ്പം ഞാൻ മറുപടി പറയണമെന്നുള്ള കാര്യം അവ്യക്തത എനിക്കുണ്ട്. അതുകൊണ്ട് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ആള് നേരെ പറിച്ചു രാഷ്ട്രീയത്തെക്കുറിച്ച്. മോഹൻലാലൊക്കെ ഈ ചതുരംഗ കളിയിൽ സൂക്ഷിച്ച് കരുക്ക നീക്കുന്ന വ്യക്തികളാണ്, ഞാനത് മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി ഏകദേശം അത് തന്നെ. പക്ഷേ സുരേഷ് ഗോപിക്ക് അത്ര ആ കരുക്ക നീക്കാൻ സ്വല്പം ബാക്കാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എപ്പോൾ അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ തന്നെ ചില പടകളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ സുരേഷ് ഗോപിയുടെ ചില വാക്കുകളും പ്രസ്താവനകളും എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം തിരിച്ചറിയട്ടെ. പിന്നെ ഈ തിരിച്ചറിവിൻ്റെയും അറിവ് ശേഖരണത്തിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട്. എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? അന്ധമായിട്ട് എതിർക്കുക, അന്ധമായിട്ട് ഏതിനെയും പിന്നെ എതിർ സ്ഥാനത്തിലേക്ക് കാണുക. ഇപ്പം കൊല്ലം തുളസി എന്ന വ്യക്തി പണ്ട് നല്ലവനായിരുന്നു, ഇപ്പം സംഘി എന്നുള്ള പേര് ചേർത്ത് ഞാൻ അവനെ ഒറ്റുവിത്തുക. ഞാനിടയ്ക്ക് ഈ യൂറിൻ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ യൂറിൻ തെറാപ്പിയുടെ ഒരു അംബാസഡറാണ് ഞാൻ. യൂറിൻ തെറാപ്പിയായിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് എന്നെ ആ തരത്തിലേക്ക് മോശമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊന്നും വ്യക്തി തന്നെയാണ്, പക്ഷേ അയാളുടെ ചില പ്രവർത്തികളിലാണ് ഈ ചർച്ച വരുന്നത്. വിലയിരുത്തലുകൾ, അഭിപ്രായങ്ങൾ, തിരിച്ചറിവുകൾ, ഇത് പലർക്കും നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലർക്കും ഈ ഇത് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തമായ ഭരണസമിതി ആരാണോ എന്നറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്നത് സ്വാഭാവികമാണ്. മുസ്ലിംസിൽ പിന്നെ അവർക്ക് ഉള്ള കാലം മൊത്തം ഈ കേരളത്തിൻ്റെ ഭരണം അവരുടെ തന്നെ ഇരിക്കണം. അവർക്ക് ഇപ്പം ഇവിടെ ഒരു മാറ്റത്തിൻ്റെ ഒരു കൂറുമാറ്റത്തിൻ്റെ ഒക്കെ മണമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടി വേണമെങ്കിൽ വേറെ മാറ്റി വന്ന് ഊടായികയില്ല. കാര്യം അവർക്കറിയാം ഇവിടെ ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല, UDF ഇവിടെ അധപ്പതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം തിരിച്ചവർ അവർക്ക് വന്നു, ജനങ്ങൾക്കും വന്നു. പിന്നെ ഇടതുപക്ഷം ഇനിയും ചിലപ്പോൾ അടുത്ത തവണ വരണം എന്നുള്ള ആഗ്രഹം വലതുപക്ഷക്കാർക്കും ഉണ്ട്. കാര്യം അതോടുകൂടി ആ പാർട്ടി തീരും എന്നൊരു വിശ്വാസമാണ് അവർക്ക്. ഇനി മൂന്നാം തവണ കൂടി പിണറായി സർക്കാർ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. കാര്യം എന്താ അറിയോ, അതോടുകൂടി ആ പാർട്ടി തമ്മിലടിച്ച് അവരുടെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ട് കാര്യം അവരുടെ കയ്യിൽ ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത അവസ്ഥ തമ്മിലടിച്ച് തീരുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ വീണ്ടും അടി കൊടുക്കും. ഇതൊക്കെ അവർക്ക് ഭയങ്കരമായ ബുദ്ധികൾ ഉപയോഗിക്കുന്ന ചില രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരാണ്. അത് കുതന്ത്രമാണോ തന്ത്രമാണോ എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ വന്ന് ഏത് ചേരി നിൽക്കണമെന്ന് അറിയില്ല.
എനിക്കിപ്പോൾ ഞാൻ രാഷ്ട്രീയവാദിയാണ്. കാര്യം എവിടെ നിൽക്കും, എങ്ങോട്ട് പോകും, ദിശ അറിയുന്നില്ല. ഏതാണ് നല്ലത്, എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു നിസ്വാർത്ഥതയുടെ ഭാവമുണ്ട്, രാഷ്ട്രത്തിൻ്റെ പുരോഗമനമുണ്ട്. ആര് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ തമാശ എന്ന് പറയുന്നത് അഴിമതി നിന്നിട്ടും മുഖ്യമന്ത്രിയുടെ കൈ പൊക്കി കാണിച്ചിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആ ഒരു മനസ്ഥൈര്യം. താങ്കൾ വല്ലാത്ത രീതിയിലേക്ക് വലിയ മിനിസ്റ്റർ ലെവലിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക. ശരിക്കും വല്ലാത്ത രീതി, അതായത് താങ്കളെ വെറുത്ത് കാണുന്ന ആളുകളുണ്ട് പടത്തിലൂടെ, താങ്കളെ വെറുത്ത് കാണുന്ന, അത് താങ്കൾക്ക് വെറുപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ സംഘപരിവാറിനെ മുദ്ര കുത്തിയപ്പോൾ വരെ കുറച്ച് ആളുകൾ താങ്കളെ വെറുക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നെ വെറുത്ത് സ്ത്രീകൾ എന്നെ പ്രാവി എനിക്ക് ക്യാൻസർ രോഗം വരെ പിടിപെട്ടു.